നിൽക്കണം. ഇങ്ങനെ ഒരു പത്തിരി വെക്കാം. എന്നിട്ട് ഈ കത്രികനോട് ഇത്ര വരെ മുറിക്കാം. എന്നിട്ട് ഈ മസാല അതിനെക്കൊണ്ട് ഇട്ടാലേ ലെവലാ. ഇത് സോസാ മയോണൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ലേ തൊലി, ഈ തൊലിക്ക് ഇങ്ങനെ പരട്ടി കൊടുക്കാം. എന്നിട്ട് മടക്കാം. ഇപ്പം ഇത്ര വെച്ചില്ലേ, എന്നിട്ട് ഇങ്ങനെ മടക്കാം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറം തന്നെ നമുക്കിപ്പോൾ ഒരു ഇറച്ചിപ്പത്തിന് എത്ര ഇറച്ചി വേണോ മസാല വേണോ കുറേ വേണ്ടേ. ഒരു പൂരിക്കല് ഇത് ഇങ്ങനെ ആക്കിയാൽ തിന്നാലോ. എന്നിട്ടിത് ഇങ്ങോട്ടേക്ക് മടക്കാം. കണ്ടാ? എന്നിട്ട് പിന്നെയും ഇപ്പുറം വരുന്ന ഈ തൊലിയിൽ മസാല ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മടക്കാം. ഇപ്പം ഇങ്ങനെ പറ്റിച്ച് എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ മറന്നു പോകാണ്ടൊക്കാൻ വേണ്ടി നമുക്ക് കാണിച്ചാൽ കുറച്ച് ഇട്ടാൽ മതി. കാരണം ഇത് മടങ്ങി മടങ്ങി വരുമ്പോൾ ഒരുപാട് മസാല ആവുമല്ല. ഞാനിത് ഫസ്റ്റ് ആക്കിയപ്പോൾ ഇത് മയോണൈസ് വരട്ടെ, തൊലിക്ക് മയോണൈസ് വരട്ടിയിട്ടാണ് ഇതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആയില്ലേ. ചെയ്തിട്ടുണ്ടാവും. അടുത്ത പരിപാടി ഓട്ടിൽ കുറച്ച് പശു നെയ്യോ വെളിച്ചെണ്ണ നിങ്ങളെ കഴിവിനനുസരിച്ച് ചെയ്യാം. ഇത് മുട്ട 2 മുട്ട അരക്കിയതാണ്. എന്നിട്ട് മല്ലിച്ചപ്പ്, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, അതിൽ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിടാം. ഈ മല്ലിച്ചപ്പ് കറിവേപ്പിലയിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒന്ന് വാട്ടിയെടുക്കണം, വേറെ പണിയൊന്നുമില്ല. ദോശയിൽ മുട്ടയും 2 മുട്ടയും ഒരിത്തിരി പാൽ വെച്ച് ഇറച്ചിപ്പത്തലിൻ്റെ ഇതുപോലെ തന്നെ. സമയമൊന്നും വേണ്ട, ഒന്ന് വാടി വന്നു. ഇതാക്കി വെച്ച്